ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് ടോർട്ട് ആണ്. ഒരു ടോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു റോങ്ഫുൾ ആക്ട് നടക്കണം. ഈ റോങ്ഫുൾ ആക്ട് എന്ന് പറയുമ്പോൾ അത് ആക്ട് ഓർ ഒമിഷൻ ആകാം. അതായത് താൻ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്താൽ അതൊരു റോങ്ഫുൾ ആക്റ്റാണ്. ഇനി രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഈ റോങ്ഫുൾ ആക്ട് വഴി ഒരു ലീഗൽ ഡാമേജ് നടക്കണം. മൂന്നാമത്തെ കാര്യം ഈ റോങ്ഫുൾ ആക്ടിന് ഒരു ലീഗൽ റെമഡി ഉണ്ടായിരിക്കണം. ഇനി ഈ ഓരോ എലമെൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ. നമ്മൾ ഈ ലോ ഓഫ് ടോർട്ടിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ആൾക്കാർക്കും ലോ ജനറലി കുറച്ച് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചിലത് ചെയ്യരുതെന്നുമായിരിക്കും. ലൈക്ക് മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽ ട്രസ്പാസ് ചെയ്യരുത്, മറ്റൊരാളെക്കുറിച്ച് ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് പറയരുത്, ഒരാളെ റോങ്ഫുള്ളി തടഞ്ഞു വെക്കരുത്, അതുപോലെ നെയ്ബറിന് ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ മരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയണം. ഇങ്ങനെ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഈ ലോ കൊടുത്ത ഡ്യൂട്ടീസ് ഒരു റീസണബിൾ ആൻഡ് പ്രൂഡൻറ്റ് പേഴ്സൺ, അതായത് സാമാന്യം ബോധവും വിവരവുമുള്ള ആളെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരാളെ പോലെ അത് പെർഫോം ചെയ്യാതെ അറിഞ്ഞുകൊണ്ട് ഈ ഡ്യൂട്ടീസ് ബ്രോക്ക് ചെയ്യുമ്പോഴാണ് അതൊരു റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷനായിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഗ്ലാസ്ഗോ കോർപ്പറേഷൻ വേഴ്സസ് ടൈലറിൻ്റെ കേസ് നോക്കാം. ഇവിടെ പബ്ലിക് പ്ലേസിൽ ഒരു പോയ്സണസ് മരം ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ അടുത്തേക്ക് കുട്ടികളും മറ്റും പോയി എന്തെങ്കിലും അപകടം വരുത്താതെ ഇരിക്കാൻ അവിടെ ഒരു ഫെൻസ് കെട്ടേണ്ട ഡ്യൂട്ടി ഗ്ലാസ്ഗോ കോർപ്പറേഷന് ഉണ്ടായിരുന്നു. അവരത് ചെയ്തില്ല. പിന്നീട് ഒരു കുട്ടി വന്ന് ഈ മരത്തിലുള്ള വിഷക്കായ കഴിച്ച് മരിച്ചു. അപ്പോൾ ഇത് കേസായപ്പോൾ കോർട്ട് പറഞ്ഞു കോർപ്പറേഷൻ വുഡ് ബി ലയബിൾ ഫോർ സച്ച് ഒമിഷൻ. ചെയ്യേണ്ട കാര്യം കോർപ്പറേഷൻ ചെയ്യാതിരുന്നു, സോ കോർപ്പറേഷൻ ഈസ് ലയബിൾ. ഇതുപോലെ തന്നെ മറ്റൊരു കേസാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി വേഴ്സസ് സൗഭാഗ്യവതിയുടെ കേസ്. ഈ കേസിലും സിറ്റിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള ഒരു ക്ലോക്ക് ടവറിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാതെ കോർപ്പറേഷൻ ഇരുന്നു. അവസാനം അത് തകർന്നു വീണ് കുറേ ആളുകൾ മരിച്ചു. ഇവിടെയും കോർപ്പറേഷൻ വുഡ് ബി ലയബിൾ ഫോർ ഇറ്റ്സ് ഒമിഷൻ ടു ടേക്ക് കെയർ ഇൻ ദിസ് മാറ്റർ. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോങ്ഫുൾ ആക്ട് ഓർ റോങ്ഫുൾ ഒമിഷൻ എന്ന് പറയുന്നത് ലോ റെക്കഗ്നൈസ് ചെയ്ത ഒന്നായിരിക്കണം. അതായത് മോറൽ ഓർ സോഷ്യൽ റോങ്ങിനെ നമുക്ക് റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷനായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഒരു കുട്ടിയെ രക്ഷിക്കുക, അല്ലെങ്കിൽ വിശന്ന് തളർന്നു പോയ ഒരാൾക്ക് ഫുഡ് വാങ്ങി കൊടുക്കുക, ഇതൊക്കെ ഒരു മോറൽ ഓർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാത്രമാണിത്. അവരെ രക്ഷിക്കാൻ നോക്കിയില്ല എന്ന് പറഞ്ഞ് നമുക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. എന്നാൽ കുട്ടി മുങ്ങി താഴുന്നത് ഓൺ ഡ്യൂട്ടിയിലുള്ള ഫയർഫോഴ്സ് ഓഫീസേഴ്സ് ആണെങ്കിലോ കണ്ടത്, അവർ മുങ്ങി താഴുന്ന ആളെ രക്ഷിക്കാനുള്ള റീസണബിൾ മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ അത് റോങ്ഫുൾ ഒമിഷനാണ്. അതുപോലെ പട്ടിണി കിടന്ന അവശ്യ നിലയിലായത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ പ്രായമായ പാരൻസോ ആണെങ്കിലോ അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണിത്. അത് ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്തതൊരു ടോർഷ്യസ് ആക്റ്റായിട്ട് മാറും. ഇനി സെക്കൻഡ് എസെൻഷ്യൽ ഓഫ് ടോർട്ട് എന്ന് പറയുന്നത് ലീഗൽ ഡാമേജ് ആണ്. ലീഗൽ ഡാമേജ് എന്ന് പറയുമ്പോൾ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ്റെ ഭാഗമായിട്ട് പ്ലെയിൻറ്റിഫിന്, അതായത് കേസ് കൊടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ലീഗൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ലീഗൽ ഡാമേജ് ഓർ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ് സംഭവിച്ചിട്ടില്ലെങ്കിൽ ലോ ഓഫ് ടോർട്ട്സിൻ്റെ കീഴിൽ നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ 2 ലീഗൽ മാക്സിംസ് പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ ഇഞ്ചുറിയ സൈൻ ഡാംനോ, അതായത് ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. സെക്കൻഡ് വൺ ഡാംനം സൈൻ ഇഞ്ചുറിയ, ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. ഫസ്റ്റ് നമുക്ക് ഇഞ്ചുറിയ സൈൻ ഡാംനം എന്താണെന്ന് നോക്കാം. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇഞ്ചുറീസ്, അതായത് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് എ റൈറ്റ് കൺഫേർഡ് ബൈ ലോ ഓൺ ദ പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫിന് ഉണ്ടായിരുന്ന ലോ കൊടുത്ത കുറച്ച് റൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റിനെയാണ് ഇഞ്ചുറിയ എന്ന് പറയുന്നത്. ഇനി ഡാംനോ എന്നാൽ എന്തെങ്കിലും കാര്യമായ ഹാം ഓർ ലോസ് ഓർ ഡാമേജ് ആണ്. അത് ഫിനാൻഷ്യൽ, മെൻ്റൽ, ഫിസിക്കൽ ഡാമേജ് ആകാം. സൈൻ എന്നാൽ വിത്തൗട്ട്. സോ ഇഞ്ചുറിയ സൈൻ ഡാംനം മീൻസ് ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. അതായത് ഇവിടെ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് നടന്നിട്ടുണ്ട്, പക്ഷേ പ്ലെയിൻറ്റിഫിന് അത് കാരണം യാതൊരുവിധ ഹാം, ലോസ് ഓർ ഡാമേജ് സംഭവിച്ചിട്ടില്ല. ഇതിനൊരു നല്ല എക്സാമ്പിളാണ് ആഷ്ബി വേഴ്സസ് വൈറ്റിൻ്റെ കേസ്.
ഈ കേസിൽ ഒരു പാർലമെൻ്ററി ഇലക്ഷൻ നടക്കുകയാണ്. പ്ലെയിൻറ്റിഫ് വോട്ട് ചെയ്യാനായിട്ട് ചെല്ലുവാണ്. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ റോങ്ഫുള്ളി പ്ലെയിൻറ്റിഫിനെ വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ ഈ റെഫ്യൂസൽ കൊണ്ട് പ്ലെയിൻറ്റിഫിന് യാതൊരുവിധ ലോസും സംഭവിച്ചിട്ടില്ല. ബിക്കോസ് പ്ലെയിൻറ്റിഫ് ആർക്കാണോ വോട്ട് ചെയ്യാനിരുന്നത് അയാൾ ഇലക്ഷനിൽ ജയിച്ചു. എന്നാലും ഡിഫൻഡൻ്റായ റിട്ടേണിംഗ് ഓഫീസർ ഈസ് ലയബിൾ ബിക്കോസ് പ്ലെയിൻറ്റിഫ്സ് ലീഗൽ റൈറ്റ് ഹാഡ് ബീൻ ഡാമേജ്ഡ്. വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരാളുടെ ലീഗൽ റൈറ്റാണ്. റിട്ടേണിംഗ് ഓഫീസർ അതിനെയാണ് ഡാമേജ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതുപോലെ മറ്റൊരു കേസാണ് ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഈ കേസിൽ പ്ലെയിൻറ്റിഫ് ഒരു ജമ്മു ആൻഡ് കാശ്മീർ അസംബ്ലിയിലെ MLA ആയിരുന്നു. അസംബ്ലിയിലെ സെഷൻ കൂടാനായിട്ട് പോകുന്ന വഴിയിൽ പുള്ളിനെ പോലീസ് ഡീറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് ടൈമിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പ്രൊഡ്യൂസും ചെയ്തില്ല. Because of that, he was deprived of his constitutional right to attend the assembly session, and also there was violation of fundamental right of personal liberty, which was guaranteed under Article 21 of the Constitution of India. So, legal right violate ചെയ്യപ്പെട്ടത് കൊണ്ട് he was awarded with the compensation of rupees 50,000 along with his release from jail. ഇവിടെയും ഒരു ലീഗൽ റൈറ്റ് ആണ് വയലേറ്റ് ചെയ്യപ്പെട്ടത്. സോ ഡാമേജ് ഒന്നും ഉണ്ടായില്ലെങ്കിലും ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ പ്ലെയിൻറ്റിഫ് ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ. ഇനി അടുത്തത് ഡാംനം സൈൻ ഇഞ്ചുറിയ. ഇത് ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറിയാണ്. അതായത് ഇവിടെ ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഡാമേജ് ഓർ ഹാം സംഭവിച്ചിട്ടുണ്ട്. ഡാംനം സൈൻ ഇഞ്ചുറിയുടെ പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആക്ഷനബിൾ ഇൻ ലോ. എത്ര വലിയ ഡാമേജ് ആണ് സംഭവിച്ചതെന്ന് പറഞ്ഞാലും ലീഗൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇതിന് പറ്റിയൊരു എക്സാമ്പിളാണ് ഗ്ലോസ്റ്റർ ഗ്രാമർ സ്കൂളിൻ്റെ കേസ്. പഴയ കേസാണ്, പക്ഷെ ഇപ്പോഴും ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഡാംനം സൈൻ ഇഞ്ചുറിയുടെ. ഈ കേസിൽ പ്ലെയിൻറ്റിഫ് ഒരു സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്ലെയിൻറ്റിഫിൻ്റെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ പ്ലെയിൻറ്റിഫിൻ്റെ മുൻ എംപ്ലോയി ആയിട്ടുള്ള ഡിഫൻഡൻറ്റ് പുതിയൊരു സ്കൂൾ തുടങ്ങി. ഡിഫൻഡൻ്റെ സ്കൂളുമായിട്ട് നല്ല കോമ്പറ്റീഷൻ വന്നു. കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാനായിട്ട് പ്ലെയിൻറ്റിഫ് സ്കൂളിൻ്റെ ഫീസൊക്കെ റെഡ്യൂസ് ചെയ്തു. കൂടാതെ പ്ലെയിൻറ്റിഫിൻ്റെ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ ഡിഫൻഡൻ്റെ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുകയും ചെയ്തു. ആസ് എ റിസൾട്ട് പ്ലെയിൻറ്റിഫ് സഫേർഡ് സം ലോസ് വന്നപ്പോൾ പ്ലെയിൻറ്റിഫ് ഡിഫൻഡൻറ്റിനോട് കോമ്പൻസേഷൻ ചോദിച്ചു കോടതിയിൽ പോയി. കോർട്ട് പറഞ്ഞു ഡിഫൻഡൻ്റെ സ്കൂൾ തുടങ്ങിയെന്നും പറഞ്ഞ് പ്ലെയിൻറ്റിഫിൻ്റെ ലീഗൽ റൈറ്റ്സ് ഒന്നും ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് മെയിൻറ്റെയിനബിൾ. അടുത്ത കേസാണ് ടൗൺ ഏരിയ കമ്മിറ്റി വേഴ്സസ് പ്രഭുദയാലിൻ്റെ കേസ്. ഇവിടെ പ്ലെയിൻറ്റിഫിന് ഓൾഡ് ഫൗണ്ടേഷൻ ഓഫ് എ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ലീഗൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് അതോറിറ്റിയുടെ പെർമിഷനൊന്നും വാങ്ങാതെ അവിടെ 16 ഷോപ്സ് പണിയാണ് ഈ ഫൗണ്ടേഷൻ്റെ മേളിൽ. ഡിഫൻഡൻ്റ് ആയിട്ടുള്ള ടൗൺ ഏരിയ കമ്മിറ്റി വന്നിട്ട് ആ ഷോപ്സ് എല്ലാം ഡിമോളിഷ് ചെയ്തു. പ്ലെയിൻറ്റിഫ് കോർട്ടിൽ പോയി എന്നിട്ട് പറഞ്ഞു ആക്ഷൻ ഓഫ് ദ ഡിഫൻഡൻറ്റ് വാസ് ഇല്ലീഗൽ ആസ് ഇറ്റ് വാസ് മാലിഫൈഡ്, സോ ഹി ക്ലെയിം ഫോർ കോമ്പൻസേഷൻ. പക്ഷെ കോർട്ട് പറഞ്ഞു ഡിമോളിഷൻ ഓഫ് സച്ച് ബിൽഡിംഗ് ബൈ ദ മുനിസിപ്പൽ അതോറിറ്റീസ് വുഡ് നോട്ട് എമൗണ്ട് ടു കോസിങ് ഇഞ്ചുറിയ ടു ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ ഇല്ലീഗലായിട്ടൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഇഞ്ചുറി സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ലീഗൽ അതോറിറ്റിയാണ് അത് വന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തേക്കണത്. സോ ഇവിടെ ലീഗൽ റൈറ്റ്സ് ഒന്നും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഡാമേജ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത എലമെൻ്റാണ് ലീഗൽ റെമഡി എന്ന് പറയുന്നത്. ലീഗൽ റെമഡീസിൻ്റെ ബേസ് ആയിട്ട് വരുന്നൊരു മാക്സിമാണ് ഉബി ജസ് ഇബി റെമഡിയം, വിച്ച് മീൻസ് വേർ ദർ ഈസ് എ റോങ് ദർ ഈസ് എ റെമഡി. എവിടെ തെറ്റുണ്ടോ അവിടെ അതിന് പ്രതിവിധിയുണ്ട്. ടോർഷ്യസ് ലോയിൽ 2 ടൈപ്പ് ഓഫ് റെമഡീസ് ആണുള്ളത്, ജുഡീഷ്യൽ ആൻഡ് എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡീസ്. ജുഡീഷ്യൽ റെമഡീസിൽ മെയിനായിട്ട് വരുന്നത് ഡാമേജസ്, ഇൻജങ്ഷൻ, സ്പെസിഫിക് റെസ്ട്രിക്ഷൻ ഓഫ് പ്രോപ്പർട്ടി. ഇത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി അടുത്തത് എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡീസ് ആണ്. അതായത് വേറെ അതോറിറ്റീസിൻ്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ തന്നെ കണ്ടെത്തുന്ന പ്രതിവിധിക്കാണ് നമ്മൾ എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ സെൽഫ് ഡിഫെൻസ് ആണ്. സ്വയം പ്രതിരോധിക്കുമല്ലോ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ട്രസ്പാസ് ചെയ്യാൻ നോക്കിയാൽ നമ്മളതിനെ സ്വയം പ്രതിരോധിക്കും അല്ലേ. സെക്കൻഡ് വൺ അബേറ്റ്മെൻറ്റ് ഓഫ് ന്യൂസൻസ്. ആരെങ്കിലും നമ്മുടെ അടുത്ത് ന്യൂസൻസ് ഉണ്ടാക്കിയാൽ വി ക്യാൻ ഡയറക്റ്റ്ലി റിമൂവ് ഓർ പ്രിവെൻറ്റ് ദാറ്റ് ന്യൂസൻസ്. ഇനി മൂന്നാമത്തത് റീ എൻട്രി ഓൺ ലാൻഡ് ആൻഡ് റീക്യാപ്ഷൻ ഓഫ് ഗുഡ്സ്. എന്തെങ്കിലും റോങ്ഫുൾ ആക്ടിലൂടെ ഒരാൾ നമ്മുടെ ലാൻഡ് ഓർ ഗുഡ്സ് കൈവശപ്പെടുത്താൻ നോക്കിയാൽ ആ ലാൻഡിൽ റീ എൻട്രി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ഗുഡ്സ് തിരിച്ചെടുത്തുകൊണ്ടോ കാര്യങ്ങൾ പഴയ പോലെ ആക്കാവുന്നതാണ്.
പക്ഷേ ഈ എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡി എടുക്കുമ്പോൾ നമ്മൾ റീസണബിൾ ആൻഡ് നോൺ ഡിസ്ട്രിക്റ്റീവ് രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ എക്സസീവ് ഫോഴ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നമുക്ക് ജുഡീഷ്യൽ റെമഡീസിൽ പറഞ്ഞ ഡാമേജസും ഇഞ്ചക്ഷനും അതുപോലെ സ്പെസിഫിക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി നോക്കാം. ഫസ്റ്റ് വൺ, ഡാമേജസ്. ജുഡീഷ്യൽ റെമഡീസിൽ ആദ്യം വരുന്നത് ഡാമേജസ് ആണ്. അതായത് ഡിഫൻഡൻറ്റ് ചെയ്ത തെറ്റിന് ലീഗൽ അതോറിറ്റീസ് ഇടപെട്ട് ഒരു നഷ്ടപരിഹാരം ഡിഫൻഡൻറ്റിൻ്റെ കയ്യിൽ നിന്നും പ്ലെയിൻറ്റിഫിന് ഈടാക്കി കൊടുക്കുക. ഈ ഡാമേജസ് തന്നെ പല രീതിയിലുണ്ട്. ദ ഫസ്റ്റ് വൺ ആണ് നോമിനൽ ഡാമേജസ്. ഇതെന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് ഡാമേജസ് ആയിരിക്കും. അതുപോലെ നോമിനൽ ഡാമേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സിംബോളിക് ഡാമേജസ് ആയിരിക്കും. നോമിനൽ ഡാമേജസ് മെയിൻലി ഗ്രാൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബട്ട് ആക്ച്വൽ ഹാം ഒന്നും തന്നെ നടന്നിട്ടില്ല, ലൈക്ക് ആഷ്ബി വേഴ്സസ് വൈറ്റിൻ്റെ കേസിൽ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ഒരു നോമിനൽ ഡാമേജ് കൊടുക്കാറാണ് പതിവ്. ഇനി രണ്ടാമത്തതാണ് കണ്ടംപ്ഷ്യസ് ഡാമേജസ് എന്ന് പറയുന്നത്. ഇവിടെയും ഡാമേജസ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ചെറുതായിരിക്കും. അതിനൊരു റീസൺ എന്ന് പറയുന്നത് പ്ലെയിൻറ്റിഫ് സഫർ ചെയ്ത ഹാം ചെറുതായിരിക്കും, അല്ലെങ്കിൽ പ്ലെയിൻറ്റിഫ് പ്രൊവോക്ക് ചെയ്തിട്ടാകാം ഡിഫൻഡൻറ്റ് ഇങ്ങനൊരു ഹാം ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് കണ്ടംപ്ഷ്യസ് ഡാമേജസ് കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തത് കോമ്പൻസേറ്ററി ഡാമേജസ്. ഇവിടെ പ്ലെയിൻറ്റിഫിന് എത്ര നഷ്ടം വന്നിട്ടുണ്ടോ അതിന് ഓൾമോസ്റ്റ് ഈക്വലായ എമൗണ്ട് ആയിരിക്കും ഡാമേജസ്. സോ ദീസ് ഡാമേജസ് ആർ നോട്ട് awarded to punish the defendant but to restore the plaintiff to his previous position. അതായത് ഈ ടോർഷ്യസ് ആക്ട് നടക്കുന്നതിന് മുന്നേ പ്ലെയിൻറ്റിഫിൻ്റെ സ്ഥിതി എന്താണോ ആ സിറ്റുവേഷനിലേക്ക് പ്ലെയിൻറ്റിഫിനെ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ഈ കോമ്പൻസേഷൻ മെയിൻലി കൊടുക്കാറ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് ഓർ ഫ്യൂച്ചർ ഡാമേജസ്. ഇവിടെ ഡാമേജ് ഡിസൈഡ് ചെയ്യുന്നത് പ്ലെയിൻറ്റിഫിന് ഉണ്ടായ ഹാം ഭാവിയിൽ എത്ര നഷ്ടം വരുത്തും എന്ന് ബേസ് ചെയ്താകും. ഫോർ എക്സാമ്പിൾ, ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി വരുന്നു. ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നൊരു സ്ട്രഗിൾ ഉണ്ട്. അതും കൂടി കൺസിഡർ ചെയ്തായിരിക്കും കോർട്ട് പ്രോസ്പെക്റ്റീവ് ഡാമേജസ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പ്യൂണിറ്റീവ് ഡാമേജ്. ഈ ഡാമേജിന് രണ്ട് എയിമുണ്ട്. റോങ് ഡൂവറിനെ പണിഷ് ചെയ്യുകയും വേണം, അതുപോലെ മറ്റുള്ളവർക്ക് ഇതൊരു പാഠമായിട്ട് ഇതുപോലെയുള്ള റോങ്ഫുൾ ആക്റ്റിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡാമേജസിനെയാണ് നമ്മൾ പ്യൂണിറ്റീവ് ഡാമേജസ് എന്ന് പറയുന്നത്. അടുത്ത ലീഗൽ റെമഡിയാണ് ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു കോർട്ട് ഓർഡറാണ്. ഈ കോർട്ട് ഓർഡർ പറയുന്നത് ഒന്നല്ലെങ്കിൽ ഡൂയിങ് ഓഫ് സം ആക്ട്, എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ആക്ട് കണ്ടിന്യൂ ചെയ്യുന്നതോ റിസ്ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. ഇഞ്ചക്ഷൻ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് കോർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. കോർട്ടിന് തോന്നുവാണ് ഈ കേസിൽ ഇഞ്ചക്ഷൻ വേണ്ട, ഡാമേജസ് ഈസ് സഫിഷ്യൻറ്റ് റിലീഫ് എന്ന് തോന്നിയാൽ ഇഞ്ചക്ഷൻ വിൽ നോട്ട് ബി ഗ്രാൻറ്റഡ്. ഇനി എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇഞ്ചക്ഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ടെമ്പററി ആൻഡ് പെർപെക്ച്വൽ ഇഞ്ചക്ഷൻ. അപ്പോൾ ഇതിൽ ടെമ്പററി ഓർ ഇൻ്റർലോക്യൂട്ടറി ഇഞ്ചക്ഷൻ ഗ്രാൻഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, കോർട്ടിൽ ഒരു കേസ് വന്നു, കോർട്ട് ആ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല, പക്ഷെ കോർട്ടിന് തോന്നുവാണ് ഈ കേസ് വിശദമായി കേൾക്കുന്നത് വരെ ഡിഫൻഡൻറ്റ് കേസിൽ വന്നിരിക്കുന്ന ആ പ്രവൃത്തി നിർത്തിവെക്കണം. അങ്ങനെ ടെമ്പററി ആയിട്ട് നിർത്തിവെക്കാൻ പറയുന്നതിനെയാണ് നമ്മൾ ടെമ്പററി ഓർ ഇൻ്റർലോക്യൂട്ടറി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇനി കേസിൻ്റെ മെറിറ്റിലേക്ക് കോടതി കടന്നു, ഫുൾ ആ കേസ് വിശദമായി കേട്ടു, എന്നിട്ട് കോർട്ടിന് തോന്നുക ഈ ടെമ്പററി ഇഞ്ചക്ഷൻ പെർമനൻ്റ് ആക്കാമെന്ന്. അങ്ങനെ പെർമനൻ്റ് ആക്കിയാൽ പിന്നെ ആ ഇഞ്ചക്ഷനെ പറയുന്നത് പെർപെക്ച്വൽ ഓർ പെർമനൻ്റ് ഇഞ്ചക്ഷൻ എന്നാണ്. ഇനി അടുത്തത് പ്രോഹിബിറ്ററി ഓർ മാൻഡേറ്ററി ഇഞ്ചക്ഷൻ. പ്രോഹിബിറ്ററി ഇഞ്ചക്ഷനിൽ ഡിഫൻഡൻറ്റിനെ ഒരു ആക്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയാണ്, നീ അവിടെ മതിൽ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുവാണിരുന്നത്. എന്നാൽ മാൻഡേറ്ററി ഇഞ്ചക്ഷനിൽ ഇറ്റ് റിക്വയേഴ്സ് ദ ഡിഫൻഡൻറ്റ് ടു ഡൂ സം പോസിറ്റീവ് ആക്ട്. അതായത് നീ ആ മതിൽ പൊളിച്ച് കളയണം, അതിനെയാണ് നമ്മൾ മാൻഡേറ്ററി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. സോ പ്രോഹിബിറ്ററിയിൽ നീ അവിടെ മതിൽ കെട്ടാൻ പാടില്ല എന്ന് പറയുന്നു, മാൻഡേറ്ററി ഇഞ്ചക്ഷൻ ആണെങ്കിൽ നീ കെട്ടിയ മതിൽ പൊളിച്ച് കളയണം എന്ന് പറയുന്നു. ഇതാണ് ഇഞ്ചക്ഷൻ. ഇനി തേർഡ് ലീഗൽ റെമഡിയാണ് സ്പെസിഫിക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഡിഫൻഡൻറ്റ് പ്ലെയിൻറ്റിഫിൻ്റെ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റോങ്ഫുള്ളി കയ്യിലാക്കിയെന്ന് കരുതുക. ഇങ്ങനെ വരുമ്പോൾ
court can order the defendant to return that specific property to plaintiff. അതായത് ഇപ്പം എൻ്റെ ഒരു മാല ഡിഫൻഡൻറ്റ് കട്ടുകൊണ്ട് പോയി. ആ കട്ടുകൊണ്ട് പോയത് തിരിച്ചു കൊടുക്കാൻ കോർട്ട് പറയുന്ന സംഭവമാണ് ഈ സ്പെസിഫിക് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ടോർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, wrongful act or omission. Second one, due to this wrongful act ഒരു ലീഗൽ ഡാമേജ് ഉണ്ടായിരിക്കണം. തേർഡ് വൺ, ലീഗൽ റെമഡി ഉണ്ടായിരിക്കണം.